സുഹൃത്തുക്കളെ, ഞാൻ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുന്നുള്ള വീഡിയോ ആണ്. ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 4.2 വോൾട്ട് വേണം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓട്ടോ കട്ട് ഓഫ് ഉണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട് ഈ BMSൽ. അതായത് നമ്മൾ പഴയ മൊബൈലിൽ നിന്ന് കിട്ടും, മൊബൈൽ ബാറ്ററിയിൽ നിന്ന് കിട്ടും. പിന്നെ 1K റെസിസ്റ്റർ വേണം, ഒരു LED ഒരു ഇൻഡിക്കേഷനായിട്ട് വേണം, പിന്നെ ഒരു 14007 ഡയോഡ് വേണം. ഇത്ര ഉണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് സെറ്റ് ചെയ്യാം. സർക്യൂട്ട് സെറ്റ് ചെയ്യാം. ആദ്യം ഈ BMS എടുത്ത് പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കണം. പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്. പോസിറ്റീവിലോട്ട് 14007 ഡയോഡ് സോൾവ് ചെയ്ത് നെഗറ്റീവിൽ LED നെഗറ്റീവ് കണക്ട് ചെയ്യണം. സർക്യൂട്ട് 10% സെറ്റായിട്ടുണ്ട്. ഈ റെസിസ്റ്റർ LED പോസിറ്റീവിലും റെസിസ്റ്റർ LED പോസിറ്റീവിലും ഡയോഡിലുമായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. സെറ്റായിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഡാറ്റ കേബിളും വേണം. അതിൽ റെഡും ബ്ലാക്കും പോസിറ്റീവ് നെഗറ്റീവാണ്, ഗ്രീനും വൈറ്റും വരുന്നുണ്ട്. അത് ഡാറ്റ കേബിളാണ്, അത് ഉപയോഗിക്കരുത്. 5 വോൾട്ട് സപ്ലൈ വരുന്നത്. സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫ്ലക്സൊക്കെ തന്നെ സെറ്റായി പുരട്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. ഈ നെഗറ്റീവ് ഡയറക്റ്റായിട്ട് BMS നെഗറ്റീവ് കൊടുക്കണം. പോസിറ്റീവ് ഡയോഡിൻ്റെ ഡയോഡും റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് ആ ജോയിൻറ്റിൽ കണക്ട് ചെയ്യാം, സോൾഡർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവാനായി. ബാറ്ററിയുടെ ഔട്ട്പുട്ട് കണക്ഷനാണ് ഇത്. ബാറ്ററി പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ്. നെഗറ്റീവ് സോൾഡർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. സർക്യൂട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയിലെ വോൾട്ടേജ് ആദ്യം നോക്കണം, എത്ര വോൾട്ട് ഉണ്ടെന്ന്. അതിനായി നമുക്കൊരു മൾട്ടിമീറ്റർ എടുത്ത ശേഷം DC റേഞ്ച് 20 വോൾട്ടിൽ ഇട്ട് കൊടുക്കുക. 20 വോൾട്ട് ഇട്ട് എടുത്തിട്ട് ബാറ്ററിയിലെ ഇത് നെഗറ്റീവാണ്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുമ്പോൾ 3.60 ഇത്രയും വോൾട്ടുണ്ട്. നമ്മളൊരു ബാറ്ററിക്ക് ഈ ബാറ്ററി ഒരു 4 വോൾട്ട് ചാർജ് കയറും. നമുക്ക് ബാറ്ററിയിലെ കണക്ഷൻ കൊടുത്തിരിക്കാം. ബാറ്ററി പോസിറ്റീവിൽ BMSൽ ഔട്ട് കൊടുക്കാം. ബാറ്ററി നെഗറ്റീവിൽ BMSൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാം. നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5 വോൾട്ട് സപ്ലൈക്കായിട്ട് ചാർജറാണ് എടുക്കുന്നത്. ചാർജർ എടുക്കുക, സപ്ലൈ കൊടുത്തു നോക്കാം. സർക്യൂട്ട് സെറ്റായിട്ടുണ്ട്. റെഡ് ഇൻഡിക്കേഷൻ
കാണിക്കുന്നുണ്ട്. സർക്യൂട്ട് വർക്കിങ്, ബാറ്ററി ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളി പ്രൊട്ടക്ഷനാണ്, ഓവറായിട്ട് ചാർജ് കയറത്തില്ല. നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ ബാറ്ററി ചാർജിങ് വോൾട്ടേജ് നോക്കാം. ഫോർ 4.2 കറക്റ്റ് വോൾട്ടേജാണ് ചാർജ് കയറേണ്ടത്. ഇൻപുട്ട് നോക്കാം. 5.42 വോൾട്ടാണ് ഇൻപുട്ട്, അതായത് ചാർജറിൽ നിന്ന് വരുന്ന വോൾട്ട്. ഡയോഡ് നല്ല ഹീറ്റ് ആകുന്നുണ്ട്. ആട്ടോ കട്ട് ഓഫ്, സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, എല്ലാ കാര്യങ്ങളുണ്ട്. ഫുൾ ചാർജ് ആകുമ്പോൾ ഇത് കട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും. ഒരു 4 വോൾട്ടൊക്കെ ആകുമ്പോൾ ഇത് കട്ട് ഓഫ് ആകും. 4.1 വോൾട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഒപ്പം ഈ വീഡിയോ ഇതേപോലത്തെ വീഡിയോസും ഇടുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.